എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ ഡേവിഡ്സൺ PB, ആസാം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ പാദപീഠത്തിലിരുന്ന് ദൈവവചനത്തിൽ നിന്ന് 2 വാക്യങ്ങൾ വായിച്ച് ധ്യാനിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം നാം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ദുരുപദേഷ്ടാക്കന്മാരെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൻ്റെ 2-ാം വാക്യം നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. 3-ാം അധ്യായം 2-ാം വാക്യം: നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആഘാത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. പിന്നീട് 18-ാം വാക്യത്തിലും 19-ാം വാക്യത്തിലും ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ക്രൂശിന് ശത്രുക്കളാണെന്നും അവര് ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു എന്നൊക്കെ അവരെപ്പറ്റി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആദിമ നൂറ്റാണ്ടിൽ ദുരുപദേശം ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്ക് വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. അനവധി ദുരുപദേശങ്ങളന്ന് ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ ഒരു കൂട്ടം ആളുകളായിരുന്നു ജുഡായിസേഴ്സ്, യഹൂദന്മാർ. അവരുടെ ഇടയിലുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. അവർ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രം പോരാ രക്ഷയ്ക്ക്, ചില പ്രവൃത്തികൾ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളും ആവശ്യമാണ് എന്നവർ പറഞ്ഞു. എന്നാൽ അവരുടെ വായടപ്പിക്കുന്ന കാര്യമാണ് 3-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് പറയുന്നത്, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ടല്ല ഞാൻ നീതീകരിക്കപ്പെട്ടത്. പൗലോസിൻ്റെ ജീവിതത്തിൽ അങ്ങനെ സൽപ്രവൃത്തികൾ കൊണ്ടോ ഒക്കെ രക്ഷ പ്രാപിക്കുവാൻ കഴിയുമായിരുന്നുവെങ്കിൽ എനിക്കങ്ങനെ രക്ഷ പ്രാപിക്കാമായിരുന്നുവല്ലോ എന്നാണ് പൗലോസ് പറയുന്നത്. പ്രവൃത്തികളല്ല രക്ഷയ്ക്ക് ആധാരമായിരിക്കുന്നത്. ദൈവവചനം പഠിപ്പിക്കുന്നത് വിശ്വാസമാണ്. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. കർത്താവെ, ഞാനൊരു പാപിയാണ്, ഞാൻ നിത്യനാശത്തിന് യോഗ്യനാണ്. അവിടുന്ന് എനിക്ക് വേണ്ടി താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. അവിടുന്നാണ് കർത്താവ്. ആ കർത്താവിൽ വിശ്വസിച്ച് കർത്താവിന് ഹൃദയത്തിൽ ഇടം കൊടുക്കുമ്പോഴാണ് രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരു കൂട്ടം ദൈവജനത്തോട് പറയുന്ന വാക്കുകളാണ് നമുക്ക് 20-21 വാക്യങ്ങളിൽ കാണുവാനിടയായത്. അങ്ങനെ രക്ഷിക്കപ്പെട്ടവർ അവരുടെ പൗരത്വം സ്വർഗത്തിലാണ്. രക്ഷിക്കപ്പെട്ടവർക്ക് 2 പൗരത്വമുണ്ട്. ഭൂമിയിലുള്ള പൗരത്വമുണ്ട്, സ്വർഗത്തിലുള്ള പൗരത്വമുണ്ട്. സ്വർഗത്തിലെ പൗരത്വം അവർ നിത്യത മുഴുവനും സ്വർഗത്തിലായിരിക്കും എന്നുള്ളതാണ്.
ഈ ഭൂമിയിലെ പൗരത്വത്തെ പറ്റി ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ഓർപ്പിച്ചാൽ, ഈ ഭൂമിയിലെ പൗരത്വം താൽക്കാലികമാണ്. ഈ ലോകത്തെ നാം ഒരിക്കൽ ഉപേക്ഷിക്കേണ്ടവരാണ്. ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകേണ്ടവരാണ്. ലോകം പിശാചിന്റെ അധീനതയിൽ കിടക്കുന്നു. ഒരു ദൈവ പൈതൽ ഈ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കുവാൻ പാടില്ല. ലോകത്തിന്റെ മോഹങ്ങൾ അകപ്പെട്ടു പോകുവാനായിട്ട് പാടില്ല. അപ്പോസ്തലനായ പൗലോസ് 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൽ ഒരു മനുഷ്യനെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചു, ഈ ലോകത്തിലുള്ള പണത്തെയും ഈ ലോകത്തിലുള്ളതിനെ അവൻ സ്നേഹിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ആ കൂട്ടത്തിൽ പെടാതിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 2, ഈ ലോകത്തിൽ പരദേശികളായിട്ട് നാം പാർക്കുമ്പോൾ രണ്ടാമത് ഉള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു ഉദാഹരണം മൂലം പറയുവാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 47-ാം അധ്യായം 8-9 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, യാക്കോബ് മിസ്രൈം ദേശത്തേക്ക് കടന്നു വരുന്നു. മിസ്രൈം ദേശത്തേക്ക് കടന്നു വന്നപ്പോൾ യാക്കോബിനോട് ഫറവോൻ ചോദിക്കുകയാണ്, എത്ര വയസ്സായി? യാക്കോബ് പറഞ്ഞു, എൻ്റെ പരദേശ പ്രയാണം, ഞാൻ ഈ ലോകത്തിൽ പരദേശിയായിട്ട് ജീവിക്കുന്നവനാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്, എൻ്റെ നിത്യവാസം സ്വർഗത്തിലായിരിക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്, ആയുഷ്കാലം ചുരുക്കമാണ്, കഷ്ടവും വേദനയും ദുഃഖമൊക്കെ നിറഞ്ഞ ജീവിതമാണ്. പ്രിയമുള്ളവർ, ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, വേദനയുണ്ട്, ദുഃഖമുണ്ട്. പലതരത്തിലുള്ള രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഒരുപക്ഷെ ഇത് കേൾക്കുന്നുണ്ടാവും. ശാരീരികമായിട്ട് വ്യത അനുഭവിക്കുന്നവർ, പ്രായമുള്ള ആളുകൾ, പ്രായാധിക്യത്തിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങൾ. എന്നാൽ ഈ ദൈവവചനത്തിലൂടെ നിങ്ങൾക്ക് ധൈര്യം നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തു അവൻ വേഗം വരുവാനായിട്ട് പോവുകയാണ്. കർത്താവ് വരുമ്പോൾ നമ്മുടെ ശരീരം താഴ്ചയുള്ളത് കൊണ്ടാണ് ഈ തരത്തിലുള്ള ബലഹീനതകളും വേദനകളും കഷ്ടതകളൊക്കെ വരുന്നത്. കർത്താവ് വരുമ്പോൾ നമുക്ക് കർത്താവിനെ പോലെയുള്ള തേജസ്സുള്ള ഒരു ശരീരം നമുക്ക് ലഭിക്കുവാനായിട്ട് പോകുകയാണ്. കർത്താവിനോടുകൂടെ ആ തേജസ്സുള്ള ശരീരം പ്രാപിച്ച് നമ്മൾ നിത്യത മുഴുവനും കർത്താവിനോടുകൂടെ ആയിരിക്കുവാൻ പോവുകയാണെന്നുള്ളത് എത്ര മനോഹരമായ കാര്യമാണ്. ഈ പ്രഭാതത്തിൽ ഒരു ചോദ്യം ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കത്തോടുകൂടെ കാത്തിരിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തി നാം സ്വർഗത്തിലെ പൗരന്മാരാണ് എന്ന ആ സത്യം എപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.